ലോകകപ്പിന് തൊട്ടു മുമ്പായിട്ടുള്ള ഫ്രണ്ട്ലി മാച്ചിൽ ബ്രസീലിന് തോൽവി. 1-നെതിരെ 2 ഗോളുകൾക്കാണ് ഫ്രാൻസ് ബ്രസീലിനെ പരാജയപ്പെടുത്തിയത്. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ എംബാപ്പയുടെ കിഡിലൻ ഗോളിൽ ഫ്രാൻസ് മുന്നിലെത്തുകയായിരുന്നു. ആദ്യ പകുതിയിൽ 1 ഗോളിന് ഫ്രാൻസ് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഫ്രാൻസിന്റെ ഉപമെക്കാനോയ്ക്ക് റെഡ് കാർഡ് കിട്ടി പുറത്തു പോകേണ്ടി വന്നു. 10 പേരായി ചുരുങ്ങിയിട്ടും ഫ്രാൻസ് എക്കിറ്റിക്കയിലൂടെ രണ്ടാമത്തെ ഗോളും നേടി. ബ്രസീലിനു വേണ്ടി ബ്രമറാണ് ആശ്വാസ ഗോൾ നേടിയത്. 10 പേരായി ചുരുങ്ങിയിട്ടും ബ്രസീലിന് ഒരു ഡ്രോ പോലും കണ്ടെത്താൻ സാധിക്കാത്തത് വലിയ നിരാശകരമായ ഒരു കാര്യം തന്നെയാണ്. 2 ഗോളിന് പുറകിലായ സമയത്ത് ഗാലറി മുഴുവൻ നെയ്മറിന് വേണ്ടി ചാൻഡ് ചെയ്യുന്ന കാഴ്ചയായിരുന്നു കാണാൻ സാധിച്ചത്. ഈ ബ്രസീലിന്റെ തോൽവിയുടെ പ്രധാന കാരണമായിരുന്നു അറ്റാക്കിലെ പോരായ്മകൾ. വിനിഷ്യസും റാഫീനയും എല്ലാം ഉണ്ടായിട്ടും അറ്റാക്കിൽ ഒരു കൃത്യത ബ്രസീലിനില്ലായിരുന്നു. അവിടെയാണ് നെയ്മർ എന്ന പ്ലെയറിന്റെ നേട്ടം. അറ്റാക്കിൽ ഏറ്റവും കൂടുതൽ കൃത്യതയാർന്ന പ്രകടനം കാഴ്ചവെക്കുന്ന പ്ലെയറാണ് നെയ്മർ. വേൾഡ് കപ്പ് സ്ക്വാഡിൽ നെയ്മർ ഉണ്ടെങ്കിൽ ബ്രസീലിന് മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്നാണ് ആരാധകർ എല്ലാം തന്നെ വിശ്വസിക്കുന്നത്. എന്തായാലും നെയ്മറിന്റെ കംബാക്കിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത്. പൂർണ്ണ ഫിറ്റോടുകൂടി പരിക്കുകളൊന്നും ഇല്ലാതെ തന്നെ നെയ്മർ തിരിച്ചു വരട്ടെ എന്ന് വിശ്വസിക്കാം.